അത് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്ന് വീണതാ. കണ്ണ് കാണാത്ത ആളാവുമ്പോ സൂക്ഷിച്ചു പോണം. ആ ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ണ് കാണില്ല എന്നുള്ള കാര്യം രാമേട്ടൻ എപ്പോഴും അങ്ങ് മറക്കും. എന്താ എന്താ നേരത്തേന്നോ? ഇന്ന് സെന്ററിലെ ആളൊന്നും ഇല്ലായിരുന്നു. മാത്രല്ല ഇന്ന് മുടിയാട്ടല്ലേ, അതുകൊണ്ട് പാട്ട് നേരത്തെ അങ്ങ് നിർത്തി. എന്താ രാമുവേട്ടൻ മുടിയാട്ടത്തിന് വരണുണ്ടോന്ന്? എന്റെ കാവിലമ്മേ, ഈ വീണ വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചുറ്റിപ്പോയേനെ. ഉണ്ണിക്കുട്ടാ, ഞാൻ വരണില്ലടാ. രാമേട്ടന് മേലെ ആ ഒരു വേദന. വേഗം നടക്ക്. സന്ധ്യക്ക് മുമ്പ് വൈദ്യുതി അടുത്ത് എത്തണം. അച്ഛനുള്ള എണ്ണയും കുഴമ്പും വാങ്ങിച്ചില്ലെങ്കിൽ എന്നെ കൊല്ലും. കൊച്ചേട്ടൻ വന്നില്ല. ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോ കൊച്ചേട്ടാ? വാങ്ങിച്ചില്ലല്ലേ? എനിക്കറിയാം, വെറുതെ അയച്ചു. ആ ദേ, കാവിലിപ്പാൻ ബ്ലൗസിലെന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി തന്നതാ ഇപ്പൊ ഇട്ടേക്കണേ. കൊച്ചേട്ടനുള്ളപ്പോ എനിക്ക് അങ്ങനെ ഇറക്കേണ്ട കാര്യമുണ്ടോ? വാങ്ങിച്ചോ? കൊച്ചേട്ടൻ നേറ്റാ കൊണ്ടുവരാതിരിക്കോടി. ഹായ്, ഇഷ്ടായോ? പിന്നെ എന്റെ കൊച്ചേട്ടന്റെ സെലക്ഷൻ അല്ലേ. എന്താന്നൊരു പുന്നാരം? ഇത് കണ്ടോമേ, സമാധാനായല്ലോ. ഇതുവരെ തുണി കൊണ്ടുവരുമോ എന്ന് പറഞ്ഞ് ചെവിതല കേൾപ്പിച്ചിട്ടില്ല പെണ്ണ. കൊച്ചേട്ടൻ വേഗം കുളിക്ക്, കാവില് പോണ്ടേ? എനിക്ക് വയ്യ, നീ ലക്ഷ്മിയും കുട്ടി പോയിക്കോ. ഞങ്ങൾ ഒറ്റയ്ക്കോ? ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയുടെ അമ്മയില്ലേ കൂടെ? എന്നാലും കാവില് ആരപ്പ നിങ്ങളെ പിടിച്ചിന്നാ നിക്കണേ? എന്നാ ഞാൻ പോവാട്ടോ. രാത്രി ഒത്തിരി വൈകണ്ടാട്ടോ. ഇല്ല, തുണി ലക്ഷ്മിയുടെ അമ്മയുടെ കൊടുത്തോളൂ. എന്താ പെണ്ണിന്റെ ഒരു തുള്ളിച്ചാട്ടം? ബ്ലൗസിന്റെ തുണി കിട്ടിയോണ്ടാവും ഇങ്ങനെ ഒരു കഴുതക്കുട്ടി. എല്ലാം വാങ്ങിയോ മോനെ? എല്ലാം വാങ്ങാൻ കാശ് തേഞ്ഞില്ല അമ്മേ. എണ്ണയും കുഴമ്പും ഒക്കെ ഇതിലുണ്ട്. എന്തേ നിന്റെ ചുണ്ടില്? അതൊന്ന് വീണതാ. എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയോ നിനക്ക്? ഒന്നുമില്ല അമ്മേ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണ്ടേ മക്കളെ? സാരില്ല അമ്മേ, കുളിക്ക് അത്തിരി വെള്ളം ചൂടാക്കി അമ്മ. ഇതിനകത്ത് പുകലതിലില്ലേ? എന്റെ അടുത്ത് പൊട്ട കളിച്ചാലുണ്ടല്ലോ. അളന്ന് കിടക്കണമെന്നൊന്നും കരുതണ്ട, കൊന്നളേ ഞാൻ എല്ലാത്തിനെയും. അച്ഛന്റെ പിണ്ണം വയ്ക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു അവന്റെ അമ്മയുടെ എണ്ണയും കുഴമ്പും. അമ്മയുടെ നായര്. അത് പൊട്ടിച്ചു അല്ലേ? പൊട്ടിച്ചു. എന്താ എന്നെ തല്ലണോ നിനക്ക്? വാടാ, വന്ന് തല്ലിക്കോ. ഭാർഗവൻ നടന്ന പട്ടിയെ പോലെ കിടക്കല്ലേ നിന്റെയൊക്കെ ഔദാര്യമൊക്കാത്ത്. ഇത്രയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്ന എവിടെന്നറിയോ? കൃഷ്ണനോട് കടം വാങ്ങിട്ടാ. എന്തുകൊണ്ടാ കടം വാങ്ങിയെന്നോട് പറയടാ. എറിഞ്ഞു പൊട്ടിച്ചവൻ അതുകൂടി അറിയട്ടെ. എന്താ ഉണ്ടായേ? ഇവനൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല, പറയില്ല. ചങ്കു കുത്തി പറിച്ചാലും ചിരിക്കല്ലേ ഉള്ളൂ. കൃഷ്ണട്ടാ, കൂടപ്പറപ്പാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ണി ചോരയുണ്ടോ ആ ദുഷ്ടനെ? ഇവൻ ചങ്കുപൊട്ടി പാടി ഉണ്ടാക്കിയ കാശ് മുഴുവൻ തൂത്തുവാരിക്കൊണ്ട് പോയി. ഇവനെ കവലയിലിട്ട് ചവിട്ടിക്കൂട്ടി. ചന്ദ്രന്റെ കാര്യമാണോ പറയണേ? പിന്നല്ലാണ്ട് ആര്? നാട് മുഴുവൻ വിറപ്പിച്ചു കിടന്ന ഭാർഗവൻ ചട്ടമ്പിയുടെ മോനല്ലേ? വിത്ത് ഗുണം കാട്ടാൻ ഒരാളെങ്കിലും വേണ്ടേ? പക്ഷെ ഇങ്ങനെ പോയാ തന്തയുടെ നട്ടല്ലൊടിച്ചിട്ടതുപോലെ ഇട്ടേക്കില്ല നാട്ടുകാര്. കുത്തി മലർത്തും. നടു റോട്ടിൽ കിടന്ന് വെള്ളം കിട്ടാതെ ചോര നക്കി കുടിച്ച് ചാകേണ്ടി വരും അവിടെ. എന്റെ ദൈവമേ! കൃഷ്ണേട്ടാ മതി. ഇല്ല, ഇനി പറയാതെ വയ്യ. പല തവണയായി അവൻ ഈ പോക്കിരിത്തരം കാണിക്കുന്നു. വീട്ടിൽ പറയണ്ട ഇവൻ തടഞ്ഞിട്ടാ. 8 വയസ്സിൽ എന്നെ വിട്ടുപോയ എന്റെ അപ്പൂന്റെ സ്ഥാനത്താ ഞാനിവനെ കാണുന്നേ. കണ്ടം പൂട്ടിലെ കന്നനോട് കാട്ടിലെ തേങ്കിലും കാണിച്ചൂടെ ഇവനോട്? ഞാൻ ഇറങ്ങുക. മോനെ
ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ലോ തനിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? വേർജിനിറ്റി നഷ്ടപ്പെടാത്ത ശ്യാമള കോമള തീരെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. റിയലി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. വെറും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പോരാ, ഇറ്റ്സ് ലൈക്ക് എ പ്രെറ്റി വോളപ്റ്റസ് യങ് വുമൺ. കല്ലിലടിച്ച് കീറിയിട്ടൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. മേസ്ത്രി മുതലാളി വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഓ വള്ളിക്കുന്ന് ഗ്രാമത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ലോകത്തൊരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ശാന്തസുന്ദരമായ കായൽ, കായലിനപ്പുറം മലനിര, അതിനുമപ്പുറം വള്ളിക്കുന്ന് പുഴ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട് നാണയ വിശേഷങ്ങൾ? ഞങ്ങളുടെ മാവേലി തമ്പുരാനല്ലേ വന്നേക്കണേ. ഇതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് ഈ അടിയങ്ങൾക്കുള്ളത്? ഇവരൊക്കെ ആരാ മുതലാളി? ഇത് മിസ്റ്റർ വിനോദ് ഭാസ്കർ, കേന്ദ്രമന്ത്രി ഭാസ്കർജിയുടെ മകനാ. ഇത് വിനോദിന്റെ ഭാര്യ മിസ്സിസ് ജയന്തി വിനോദ്. രണ്ടുപേരും കുറച്ചു ദിവസം നമ്മളുണ്ടാവും. അടിയങ്ങളുടെ ഭാഗ്യം. ഇത് നാണിയമ്മ, ഇതെന്റെ ഇവിടുത്തെ കാര്യസ്ഥൻ രാഘവൻ, അത് കുമാരൻ, അത് ചന്ദ്രൻ. മുതലാളി ഇന്ന് വരും നാളെ വരുന്ന കരുതി കാത്തിരിക്കാൻ നാട്ടുകാർ മുഴുവൻ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ വരാതിരിക്കോ കുമാര? കമോൺ മേശരി, ആ പെട്ടികളൊക്കെ എടുപ്പിച്ചോളാം. ഇത് മിസ്റ്റർ വിനോദ് ഭാസ്കർ, കേന്ദ്രമന്ത്രി ഭാസ്കർജിയുടെ മകനാ. ഇത് വിനോദിന്റെ ഭാര്യ മിസ്സിസ് ജയന്തി വിനോദ്. രണ്ടുപേരും കുറച്ചു ദിവസം നമ്മളുണ്ടാവും. അടിയങ്ങളുടെ ഭാഗ്യം. ഇത് നാണിയമ്മ, ഇതെന്റെ ഇവിടുത്തെ കാര്യസ്ഥൻ രാഘവൻ, അത് കുമാരൻ, അത് ചന്ദ്രൻ. മുതലാളി ഇന്ന് വരും നാളെ വരുന്ന കരുതി കാത്തിരിക്കാൻ നാട്ടുകാർ മുഴുവൻ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ വരാതിരിക്കോ കുമാര? കമോൺ മേശരി, ആ പെട്ടികളൊക്കെ എടുപ്പിച്ചോളാം. ചന്ദ്ര, ഓ കൂട്ട കാശുള്ള വീട്ടിലെ കുട്ടിയാന്ന് കണിശ. എന്താ അതെ അതെ, തോമാച്ചൻ ഇവിടുത്തെ കിരീടം വെക്കാത്ത രാജാവാണല്ലേ? ഒക്കെ വെറും പാവങ്ങളാ, ശുദ്ധഗതിക്കാര്. അവരുടെ ദൈവമാണ് തോമസ് സാർ അല്ലേ? അതെന്റെ പ്രവൃത്തിയുടെ ഗുണമാ. ഞാൻ അവരെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, അവരെന്നെ ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. ആ പിന്നെ ദാ ആ ബെഡ്റൂം നിങ്ങൾക്ക് എടുക്കാം. AC ഉണ്ടോ? ഈ ഗ്രാമം മുഴുവൻ സെൻട്രലൈസ്ഡ് ഏസിയാ. ഫാന്റെ പോലും ആവശ്യമില്ല. ജനാല അങ്ങോട്ട് തുറന്നിട്ടാൽ അസല് കാറ്റാ പുഴയെന്ന്. ചന്ദ്ര, എന്തോ? ആ പെട്ടികളങ്ങ് തെക്കേ മുറിയിലോട്ട് വെച്ചേക്ക്. ശരി മുതലാളി. ആ അപ്പൊ ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആകാം. എന്ത് വേണമെങ്കിലും ആവാം. ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി, അല്ലേ മിസ്ത്രി? അത് പിന്നെ പറയാനുണ്ടോ? എന്താ വേണ്ടെച്ചാ പറഞ്ഞാ മതി. ഈ റൂമൊക്കെ ഡസ്റ്റ് ആണല്ലോ. ഡോൺ വെറി, അതൊക്കെ നമുക്ക് ഉടനെ ക്ലീൻ ചെയ്യിക്കാം. വിനോദയല്ലേ? ഓക്കെ. എന്താ മേസ്ത്രി ഇത്? ഒക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടണമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ? ഞാനും ചന്ദ്രനും കൂടെ ഒക്കെ അടിച്ചു തുടച്ചതാ. എന്നാ കുറച്ചു ദിവസമായി. തെങ്ങ് കയറിക്കണേന്റെ തിരക്കിനിടയ്ക്ക് ആ ഭവാനിയമ്മ എന്തേ? ഭവാനിയമ്മയ്ക്ക് തീരെ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ആസ്മയുടെ അസ്കരിയുണ്ടേ. എന്നാ പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചേപ്പിച്ചൂടായിരുന്നോ? പണിക്കാരെ കിട്ടുന്നപ്പോ വലിയ പാടാ. വിനോദിന്റെ ഭാര്യ ഒരു കോടീശ്വരന്റെ മോളാ. നമ്മുടെ ഗസ്റ്റുകളായിട്ട് അവരെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് ഭവാനിയമ്മയോട് ഞാൻ പറഞ്ഞെന്ന് പറ. ഓ ആ എന്റെ സങ്കടം ഞാനിനി ആരോടാ പറയാ? നീ ഒന്ന് കരയാണ്ടിരിക്കടി. നമുക്ക് സമാനം ഉണ്ടാക്കടി സരു.
ഞാനല്ലേ പറയണേ. മധ്യസ്ഥനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കാം. കൃഷ്ണേട്ടൻ വന്നോ? വന്നു. വരാണ്ടിരിക്കാൻ പറ്റുമോ? എന്താ കൃഷ്ണേട്ടൻ ഇപ്പൊ ചെയ്യാ? മോനെ ശിവൻകുട്ടി, ഒരവധിയും കൂടെ നീ കേൾക്കണം. നോ, പറ്റില്ല. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്തുവാ പറയാനാ? വീട് ഭരിക്കണവൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ഭാർഗവം വെറും പട്ടിയാ. പട്ടിയാണേലും പൂച്ചയാണേലും കൊള്ളാം. എന്നെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു വണ്ടിപ്പണിക്കാരന് 15 പവനും 15,000 ഉറുപ്പിയും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളപ്പോഴാ ഞാൻ ഇവിടെ കഴുത്തിൽ ഈ ചരട് കെട്ടിയത്. ലക്ഷവും കോടിയൊന്നും മേടിച്ചിട്ടല്ല, വെറും 12,000 ഉലുവയ്ക്ക്. അതിൽ തന്നെ 5,000 കടവും. ലോണിന്റെ പൈസ കിട്ടിയ ആ നിമിഷം അളിയന്റെ കൊടിയെ കൊണ്ടുതരാം. അളിയൻ അടങ്ങ് കള. കണ്ണുപൊട്ടനായതുകൊണ്ട് സർക്കാരിൽ നിന്ന് ലോൺ എളുപ്പം കിട്ടുമല്ലോ എന്ന് കരുതിയ അന്ന് കടം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഒടുക്കം പറഞ്ഞ അവധിയും തീർന്നിട്ട് ഇന്നേക്ക് ദിവസം 4 ആയി. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാ. ഇനി ഒരു അവധി ശിവൻകുട്ടിക്കാക്കുന്ന പ്രശ്നമേ ഇല്ല. എടാ, ലോണിന് വേണ്ടി ഞങ്ങൾ ആ ആഫീസിന്റെ അടുത്ത് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ തരായെന്നറിയാവോ? എനിക്കതൊന്നും കേൾക്കണ്ട. വേണമെങ്കിൽ ഇപ്പോഴും വേറെ കെട്ടാൻ ഡിമാൻഡ് ഉള്ളവനാ ഈ ശിവൻകുട്ടി. വെള്ളം ഉണ്ടെങ്കിലല്ലേ മുങ്ങാൻ പറ്റൂ. ഇപ്പൊ തന്നെ വേണോന്ന് പറഞ്ഞാ നെറ്റിമേ പോരാൻ ഒരു തുട്ടുപടില്ല. ഇല്ലെങ്കി വേണ്ട. ദേ ഉരുപ്പടി അങ്ങോട്ട് പിടിച്ചോ. പൈസയും കൊണ്ട് വരുമ്പം ഞാൻ തിരിച്ചെടുത്തോളാം. അയ്യോ, അങ്ങനെ പറയില്ല അളിയ. സരോജത്തെ ഇവിടെ നിർത്തിട്ട് പോയാൽ ആളുകൾ അറിഞ്ഞ നാണക്കേടാ. അറിയട്ടെ, 4 ആൾ അറിയട്ടെ. സ്വന്തം പല്ലുടെ കുത്തി എന്തിനാ ഇങ്ങനെ നാട്ടിക്കണത്? നാറ്റിക്കൊടി, നിങ്ങളെ ഒക്കത്തിനെയും ഞാൻ നാറ്റിക്കും. ഞാൻ പോവാ. കാശും കൊണ്ട് മാത്രം നീ അങ്ങോട്ട് വന്നാ മതി. അളിയ പിണങ്ങി പോവല്ല അളിയ. എന്റെ ഒരു അവധി കൂടി അളിയൻ കേക്ക്. അളിയൻ പോയോ കൃഷ്ണേട്ടാ? ശിവൻ പോയി രാമു. ആരാത്? രാഘവൻ മേസ്ത്രിയാ? അതെ, ശിവൻകുട്ടി ദേഷ്യപ്പെട്ടാണല്ലോ പോയത്. എന്തു പറ്റി? സ്വന്തം ഭാര്യയ്ക്കും കുടുംബത്തിനും 5,000 രൂപ പോലും വില കൽപ്പിക്കാത്ത ദ്രോഹി. പിന്നെ ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യത്തിനാ. മുതലാളി വന്നിട്ടുണ്ട്. വന്നോ? വന്നു. കൂടെ ഡൽഹിയിൽ നിന്ന് മന്ത്രിയുടെ മോനും ഭാര്യയും. AC റൂമിലൊക്കെ താമസിച്ച് ശീലിച്ചവരല്ലേ. അടിച്ചും തുടച്ചും എപ്പോഴും നല്ല വൃത്തിയാക്കി ഇടണമെന്ന് നിർബന്ധം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണിക്കൊരാളെ കിട്ടണ്ടേ? എനിക്ക് വയ്യാന്നുള്ള വിവരം പറഞ്ഞില്ലേ? പറയാണ്ടല്ല, മുറികളിലൊക്കെ കയറി ഇറങ്ങി പണിയെടുക്കേണ്ടതല്ലേ. വിലപിടിപ്പുള്ള പല സാധനങ്ങളും കാണുകയെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാള് വേണ്ടേ? വാസന്തിക്കൊന്ന് പോയാലെന്താ? വെറുതെ തുള്ളിച്ചാടി നടക്കുകയല്ലേ. വല്ല വീട്ടിലെ അടുക്കളപ്പണിക്ക് പോകാൻ എനിക്ക് വയ്യ. ഓ, അവള് കണ്ണുപൊട്ടം കളക്ടറുടെ അനിയത്തിയല്ലയോ? 4 കാശ് കിട്ടണ പണി ചെയ്യാൻ സമ്മതിക്കത്തില്ല ആ തണ്ടി. അച്ഛൻ എന്തൊക്കെയാ പറയണേ? അച്ഛൻ പറഞ്ഞോട്ടെ മോളെ. ഇഷ്ടമില്ലെങ്കിൽ പോണ്ട. മേസ്ത്രി പൊയ്ക്കോളൂ. എനിക്ക് വയ്യെങ്കിലും ഞാൻ വരാം. ആവു, സമാധാനായി. രാമുവേ, അപ്പൊ പോവാ. ശരി മേസ്ത്രി. നീ വിഷമിക്കാണ്ടിരിക്കേ, എല്ലാം ശരിയാകും. തക്ക സമയത്തിന് തന്നെയാ തോമസ് സാർ എത്തിയത്. നീ നോക്കിക്കോ, ആ ബാങ്ക് മാനേജറെ കൊണ്ട് നിന്റെ ലോൺ ഞാൻ ഇന്ന് തന്നെ പാസ്സാക്കി. നേരാണോ കൃഷ്ണേട്ടാ? തോമസ് സാറ് പറഞ്ഞാൽ ലോൺ കിട്ടോ? കിട്ടുവോന്നോ? തോമസ് സാർ ആ ഫോൺ എടുത്തൊന്ന് കറക്കിയാ മതി. 5,000 അല്ല 5 കോടി ലോൺ കിട്ടും.